Okay, hi and welcome to another video. ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് ഒരു പാർട്ടൂടെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പാർട്ട് 3 ആണ്. പാർട്ട് 1 ആൻഡ് 2 ഇത് പോസ്റ്റ് ചെയ്യുന്ന ചാനലിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം അത്. അപ്പം ഈ പാർട്ടിനകത്ത് ചെറിയ കുറച്ച് ടിപ്സ് കൂടെ കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫയലിന് എങ്ങനെ ഡീഫോൾട്ട് പ്ലെയർ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡീഫോൾട്ട് ആപ്പ് കൊടുക്കാം നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഒന്നുകിൽ നമുക്ക് ഓപ്പൺ വിത്ത് ഡീഫോൾട്ട് ആപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗെറ്റ് ഇൻഫോയിൽ പോവുക. ഗെറ്റ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ വിത്ത് ഉണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഡീഫോൾട്ട് ആപ്പ് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ മാക്ക് മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതിനകത്ത് പെർസെൻറ്റേജ് കാണിക്കത്തില്ല ബാറ്ററിയിൽ. അപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോൾ സെൻറ്ററിനകത്ത് ബാറ്ററി ഉണ്ട്, ഇതിനകത്ത് ഷോ പെർസെൻറ്റേജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് അവിടെ ഡിസ്പ്ലേ ആവും. ഇവിടെ മറ്റ് ചില ഓപ്ഷൻസും ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്കവിടെ അത് എനേബിൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ സ്പോട്ട് ലൈറ്റ് ബൈ ഡീഫോൾട്ട് അതവിടെ ഉള്ളതാണ്. പിന്നെ പക്ഷേ നമുക്ക് കൂടുതൽ ഐക്കൺസ് അവിടെ വരുമ്പം അതവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായതുകൊണ്ട് നമുക്ക് പിന്നെ സ്പോട്ട് ലൈറ്റിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്, കമാൻഡ് സ്പേസ് ആണ്, അത് എളുപ്പമായതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും അടുത്ത ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നമുക്കിനിയിപ്പോൾ ഈ ഡോക്ക് നമുക്ക് റീസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ലൈനിൻ്റെ അവിടെ വരാമെങ്കിൽ ഈ ഒരു ഡബിൾ സൈഡ് ആരോ കാണാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഡോക്ക് ഇങ്ങനെ റീസൈസ് ചെയ്യാൻ പറ്റും. എന്താ ഓക്കെ, അല്ലേ പിന്നെ നമുക്ക് ഡോക്ക് സെറ്റിങ്സിനകത്ത് ഇവിടെ നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും മാറ്റാം. ഐദർ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ, അല്ലെ നമ്മുടെ വിൻഡോസിനകത്ത് സ്റ്റാർട്ട് ബാർ മാറ്റുന്ന പോലെ തന്നെ, ടാസ്ക് ബാർ മാറ്റുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്തും ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് ഫയൽ കൺവേർഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു PDF ഫയൽ ഇവിടെ ഉണ്ട്. ഈ PDF നമുക്ക് ഫോട്ടോ ഫോർമാറ്റിലോട്ട് ആക്കണമെങ്കിൽ, പിക്ചർ ഫോർമാറ്റിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫയലിനകത്ത് പോവുക, എക്സ്പോർട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ഫയൽ കൊടുക്കുക. പിന്നെ നമുക്ക് ഏത് ഫോർമാറ്റിലോട്ടാണ് മാറ്റേണ്ടത് കൊടുക്കുക. ഇപ്പം നമുക്ക് JPEG വേണമെങ്കിൽ JPEG-ലാക്കുക, ക്വാളിറ്റി സെലക്ട് ചെയ്യുക, സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിക്ചർ JPEG ആയിട്ട് ഇവിടെ വരും. അതെ, അപ്പം അതാണ് ഒരു ഫീച്ചർ. ഇനി വേറൊരു അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പം ഒരു ആപ്പ് ഹാങ് ആവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒന്നുകിൽ നമുക്ക് ചെയ്യാവുന്നത്, സ്പോട്ട്ലൈറ്റിൽ പോയിട്ട് ആക്ടിവിറ്റി മാനേജർ അടിച്ചു കൊടുത്താൽ, ആക്ടിവിറ്റി മോണിറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി മോണിറ്ററിനകത്ത് നമുക്ക് എല്ലാം കാണിക്കും. നമുക്ക് ഇവിടുന്ന് നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. അതാണ് ഒരു മെത്തേഡ്. പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമാൻഡ് ഓപ്ഷൻ എസ്കേപ്പ്. അതായത് കമാൻഡ് ഓപ്ഷന് എസ്കേപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രോൾ ആൾ ഡിലീറ്റ് പോലെ തന്നെ ഫോഴ്സ് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടുന്ന് നമുക്ക് ഏത് ആപ്പാണോ വേണ്ടത് അത് നമുക്ക് ഫോഴ്സ് ക്വിറ്റ് ചെയ്യാം. പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ മുമ്പൊരിക്കൽ കാണിച്ചിരുന്നു, നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്വിറ്റ് അടിക്കാൻ പറ്റും. അതാണ് വേറൊരു ഓപ്ഷനായിട്ടുള്ളത്. ഇനിയിപ്പം ഏതെങ്കിലും ഒരു ഇത് ഓപ്പണായി കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണേലും ഇത് ചെയ്യാം. ക്വിറ്റ് കൊടുത്താൽ അത് ടോട്ടലി ക്ലോസ് ആവും ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ഓപ്ഷൻ, നമുക്ക് ഈ മാക്കിനകത്ത് ഈ ഓപ്ഷൻ കീക്ക് ഒത്തിരി സാധ്യതയുള്ളൊരു
ഒരു സംഭവമാണ് ഈ ഓപ്ഷൻ കീ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ വൈഫൈ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ വൈഫൈയുടെ ഏത് കണക്ഷനാണെന്ന് മാത്രമേ അത് കാണിക്കത്തുള്ളൂ, കൂടുതൽ സെറ്റിങ്സ് ഒന്നും കാണിക്കത്തില്ല. എന്നാൽ ഈസിയായിട്ട് നമുക്ക് കൂടുതൽ സെറ്റിങ്സ് കാണാനായിട്ട് നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ ബട്ടനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈഫൈയിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അറിയാൻ പറ്റും. ഓക്കെ, ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പം കുറച്ച് കാര്യങ്ങളിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.